പുറമെ സംസാരം ഭയങ്കരമായിട്ട് പല രീതിയിൽ അതിനെ വളച്ചൊടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇത് ചേച്ചി കാണാറുണ്ടോ രേണു സുധിയുമായി ബന്ധപ്പെട്ട കാര്യം? നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ എപ്പോഴും കംപ്ലീറ്റ് പോസിറ്റീവ് ഒന്നും ആയിരിക്കില്ല. അപ്പം നമ്മുടെ ലൈഫിലൊക്കെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് മാത്രം എനിക്ക് എടുത്താൽ മതി. പുറത്തുനിന്നുള്ള ആരുടെ സംഭാവന ആവശ്യമില്ല. ദിവസമേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ. ഒരാഴ്ച കൂടിപ്പോ ഒരാഴ്ച 2 ആഴ്ച, അത് കഴിഞ്ഞ് അടുത്ത ആളെ കിട്ടുമ്പോൾ അവർ അവിടേക്ക് പോകുമല്ലോ. സാരി ഉടുത്താലും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. ആൾക്ക് ജീവിക്കാൻ ആളെന്നെ വേണ്ടേ കാശുണ്ടാക്കാനായിട്ട്? ശരിക്കും അങ്ങനെ ഒരു സ്പേസിലല്ലേ നമ്മൾ നിൽക്കണേ. അവരുടെ ലൈഫ് നോക്കാനോ അവർക്ക് എന്തെങ്കിലും കൊടുക്കാനോ ഒന്നിനും പോകുന്നില്ല, ആരും മെനക്കെടാൻ പോകുന്നില്ല. ഏത് ഒരു ചാനലിലെടുത്താലും അവരും അതാണല്ലോ യൂട്ടിലൈസ് ചെയ്യുന്നത്. പറയുന്ന ആക്ടേഴ്സ് ആണെങ്കിലും സെല് ചെയ്യുന്നുണ്ട്, ഡയറക്ടേഴ്സ് സെല് ചെയ്യുന്നുണ്ട്. ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. കാരണം പല സാഹചര്യങ്ങളാണ് നമ്മളെ പലപ്പോഴും നമ്മളെ ഒരു സ്പോട്ടിൽ കൊണ്ട് നിർത്തുന്നത്. ഓരോ കാര്യം വരും, എല്ലാരും ഏറി കയറുന്നു, പിന്നെ ഇറങ്ങുന്നു, പിന്നെ വീണ്ടും കയറുന്നു. ഇറ്റ്സ് ഓൾ അബൌട്ട് സെല്ലിംഗ്. 1000 കുടത്തിന്റെ വായ മൂടിക്കട്ടെ, ഒരു മനുഷ്യന്റെ വായ മൂടിക്കട്ടെ മറ്റത്. അയ്യോ ആ കുട്ടി സെറ്റിൽ വന്നാൽ പിന്നെ സെറ്റിലും പ്രശ്നമാവില്ലേ? ആ തോട്ട് ഡെഫിനറ്റ്ലി കുറെ ആൾക്കാർ എന്നോട് WCC-ലാണോ എന്ന് ചോദിച്ചത് എന്നെ ആക്കിയ ആൾക്കാർ. നമുക്ക് മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് റിയാക്ട് ചെയ്തൊരു കാര്യമില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് 3 നായികമാരുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്ത് തോന്നുന്നു, എന്താണ് സിനിമ? ഇപ്പം പറഞ്ഞ പോലെ ലൈഫായിട്ട് തഗ്ഗിന് യാതൊരു ബന്ധവും ഇല്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ജോണറിലുള്ള ഒരു സിനിമയാണ്. ആൻഡ് ഫാമിലി എൻ്റർടൈനർ കൂടിയാണ്. അപ്പം ആ സിനിമയായിട്ട് ഞാൻ കമ്പയർ ചെയ്യണം. കാരണം അത് അത്രയും വലിയൊരു ക്യാൻവാസിലുള്ള കമൽ സാറും ചിമ്പു അങ്ങനെ ഒരു മൂവിയാണ്. നമ്മുടെ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ആളുകളെല്ലാവരും കൂടിയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്ത് പോകുന്ന ഒരു ഫിലിമാണ്. നമ്മൾ വന്നിരുന്നപ്പം ചുവപ്പും ബ്ലാക്കും ഒക്കെ ഒരു കോമ്പിനേഷൻ ആണെന്ന് ഞാൻ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ സാസികേച്ച് പറഞ്ഞത് ഞങ്ങൾ കുറച്ച് ബ്ലഡിന്റെ പരിപാടിയാണ്, അതുകൊണ്ടാണ് കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെയാണോ അതോ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണോ? അല്ല, ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റിഗേഷൻ ജോണർ എന്ന് പറയുമ്പോൾ അറിയാലോ, അത് എപ്പോഴും ഒരു കേസുമായിട്ട്. നമ്മുടെ മൂവിയുടെ നെയിം പോലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രൈം ഫയലാണ്, ക്രൈം സീരീസ് ആണ്. 143/24. മുഴുവൻ പേര് ശരിക്കും അങ്ങനെ CR 143/24 കേസ് ഫയലാണ്. അപ്പൊ ആ കേസ് അന്വേഷിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിൽ ബ്ലഡും ഡാർക്ക്നെസ് ഒക്കെ എന്തായാലും അത് ഉണ്ടാവുമല്ലോ. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടതല്ല. അതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ ഒരു കണ്ടന്റ് ആയി എന്നുള്ളത്. കൂടുതൽ ഞാനും ബ്ലാക്ക് ആണ്. അതെ. ഇതിലേക്ക് ആളിലേക്ക് വരികയാണെങ്കിൽ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട്. കൂടുതൽ തഗ്ഗുകൾ എന്ന് പറഞ്ഞ സിനിമയാണ് വരുന്നത്. ഒപ്പം തന്നെ അതിലും ധ്യാൻ ചേട്ടനാണ്, ഇതിലും ധ്യാൻ ചേട്ടനാണ് കൂടുതൽ. എങ്ങനെയുണ്ടായിരുന്നു ധ്യാൻ ചേട്ടൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? ധ്യാൻ ചേട്ടൻ ശരിക്കും ഉജ്ജ്വലനിൽ പറയുന്ന ഒരു സംഭവം ഉണ്ട്, ഉജ്ജ്വലറ്റൻ സൂപ്പർ അല്ലേ എന്നുള്ള രീതിയിൽ. ആള് സൂപ്പറാണ്. വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. കാരണം ഉജ്ജ്വലനിൽ പരിചയപ്പെട്ടു, പക്ഷെ അതിനെക്കാട്ടും മുന്നേ ഞാനൊരു സിനിമ പുള്ളിയുടെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് അറിയാം ഓൾറെഡി. അപ്പൊ ഉജ്ജ്വലന്റെ സെറ്റിലോട്ട് വന്നപ്പോഴും എന്നെ കണ്ടപ്പോ നീ ഇവിടെയും വന്നോ എന്നാണ് ആദ്യം ചോദിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ നീ ഇവിടെ ഉണ്ട് അങ്ങനെയായി. അപ്പം ഇവിടെ വന്ന് അവര് ഒരു ഫസ്റ്റ് ഷോട്ട് ഇങ്ങനെ പറഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സീംലെസ് ആയിട്ടാണ് ചെയ്തത്. ധ്യാൻചന്ദ് കൂടെ കോമ്പിനേഷൻ ചെയ്തപ്പോൾ. അപ്പോൾ ഇവിടെ എല്ലാവരും ഇവരെന്താ ഇങ്ങനെ, കാരണം എനിക്ക് മുന്നേ അറിയാലോ. അപ്പോൾ ലൈക്ക് ഹീസ് എ വെരി കംഫർട്ടബിൾ ആക്ടർ ടു വർക്ക് വിത്ത്, ഐ ഗസ്. ഇതിനകത്ത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിനകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, ധ്യാൻ 2.0 എന്നുള്ള ടാഗ് ലൈൻ കണ്ടു. ശരിക്കും അങ്ങനെയാണോ? പഴയ ധ്യാൻ ചേട്ടനെ മാറ്റിയൊരു പുതിയ ധ്യാൻ ചേട്ടൻ കൊണ്ടുവരാണ്. ഞാൻ തഗ്ഗിന്റെ പ്രൊമോഷന് വന്ന് ഉജ്ജ്വലനെ പറ്റി അല്ല, എങ്കിലും അതിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. അതെ, അതായത് നമ്മൾ എന്താ പറയാ, ഒരു ധ്യാൻ ചേട്ടൻ്റെ ഒരു പുതിയൊരു ഓറ കാണാൻ പറ്റും, ഒരു വേറെ നെക്സ്റ്റ് ലെവൽ കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അതുകൊണ്ട് അവർ വളരെ ബ്രില്യൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്തേക്കുന്ന ഒരു
ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ധ്യാൻ സെയിം തഗ്ഗലും അതെ ധ്യാൻ ഇതുവരെ കാണാത്ത ഒരു വേറെ തന്നെ ഒരു ക്യാരക്ടറിലേക്കാണ് വരുന്നത്. നമ്മളെപ്പോഴും സിദ്ദിഖിക്ക, ധ്യാൻ ചേട്ടൻ, അങ്ങനെ ഒരു എനിക്ക് സിദ്ദിഖിക്കയുടെ പോലീസ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അന്വേഷണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലും എങ്ങനെയാണ്, പോലീസുകാരനാണോ അതോ വേറെ ഏതെങ്കിലും റോളാണോ? അല്ല, സിദ്ദിഖിന്റെ ക്യാരക്ടർ പോലീസ് അല്ല, ആളുടെ ഒരു ലൈക്ക് ആളുടെ മോൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് ഓൾറെഡി ഇപ്പം ട്രെയിലർ റിലീസ് ആയപ്പോൾ തന്നെ ടീച്ചറിലോ കണ്ടിട്ടുണ്ടാവും. കാരണം അതിൽ തന്നെ പുള്ളി പറയണ്ടേ എൻ്റെ മോനെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കും. ആ അച്ഛൻ്റെ ഒരു പവർ, അച്ഛൻ്റെ ഒരു ക്യാരക്ടറാണ് പുള്ളി. അപ്പോൾ ആസ് യൂഷ്വൽ ആസ് ഒരു പവർഫുൾ ആയിട്ടുള്ള അച്ഛൻ വരുമ്പോൾ എന്തായിരിക്കും ആ മോനോട്ടുള്ള ഒരു ഇഷ്ടമൊക്കെ ഉള്ളൊരു അച്ഛൻ. അപ്പം സിദ്ദിഖേട്ടൻ്റെ ആ ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് ഡെഫിനറ്റ്ലി തകലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, വലിയൊരു താരനിരയാണ് ഇതിനകത്തുള്ളത്. അപ്പം സായികുമാർ ആണെങ്കിലും അതുപോലെ തന്നെ കുറേ ബിന്ദു പണിക്കർ, അതുപോലെ തന്നെ വിനയ ചേച്ചി, അങ്ങനെ ഒത്തിരി പേരുള്ള ഒരു വലിയ താരനിരയാണ്. അപ്പോൾ അവരൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, അത് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ അഭിനയിക്കുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ്. ഇപ്പോൾ ധ്യാൻ ചേട്ടനാണെങ്കിലും സിദ്ദിഖ് സാറാണെങ്കിലും വിനയ ചേച്ചി ആണെങ്കിലും ഒക്കെ ഭയങ്കര രസമാണ് അവരുടെ കൂടെ അഭിനയിക്കാൻ. ഭയങ്കര കൂളാണ് എല്ലാവരും. പക്ഷെ നമ്മളോട് സംസാരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ ധ്യാൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര രസമാണ്. എനിക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ശരിക്കും പറഞ്ഞാൽ ഈ മൂവി. ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കെപ്പോഴും ശരിയാവുമോ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടോ, ഇവരുടെ മൈൻഡ് എന്തായിരിക്കും എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാവും. തീർച്ചയായിട്ടും എനിക്കുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ പക്ഷെ അവർ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും. അവിടെ അത് കുഴപ്പമില്ല, അത് ഇങ്ങനെ ചെയ്താൽ മതി, അവർ പറഞ്ഞു തരും നമുക്ക്. ഞാൻ ചോദിക്കും, സാർ ഇത് മതിയോ, അല്ലെങ്കിൽ ഇങ്ങനെ മതിയോ, ഇങ്ങനെ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അവർ ഓരോ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് ഒന്ന് മുങ്ങും, എവിടേക്കാ മുങ്ങുന്നത്, ഇടയ്ക്ക് കാണില്ല, ഒരിടത്തും കാണില്ല. അല്ല, ഞാനായിട്ട് മുങ്ങുന്നതല്ല, സിനിമ എന്ന് പറഞ്ഞ് സംഭവിക്കുന്നതാണല്ലോ. അപ്പം നമുക്ക് ഇതുപോലെ ഇന്റർവ്യൂസ് എന്തെങ്കിലും വരുന്നത് ആക്ച്വലി സിനിമ എന്തെങ്കിലും റിലീസോ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് റിലീസ് എൻ്റെ മോൺസ്റ്റർ ആയിരുന്നു. അതിന് ശേഷം എനിക്ക് വന്ന മൂവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഞാനൊരു അതിൻ്റെ സോങ്ങുകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റിലീസൊന്നും ആയിട്ടില്ല. പിന്നെ വന്ന് ഒരു ക്യാരക്ടർ വൈസ് വന്നതായിരുന്നു 916 കുഞ്ഞുട്ടനും തഗ്ഗും. സോ അത് രണ്ടുമാണ് ഇനിയിപ്പം ബാക്ക് ടു ബാക്ക് റിലീസിന് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കാര്യം. സാധാരണ ആർട്ടിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലെങ്കിലും ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടന്റുകളിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഹാൻഡിൽസ് ഒക്കെ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ്സ് ഒന്നും ഇല്ലാത്തത് കാരണം നിങ്ങൾ എന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം മേ ബി കാണുന്നത്. കാരണം നമ്മളൊരു ബാക്ക് ടു ബാക്ക് ഇപ്പം ഒരു കണ്ടന്റ് ബേസ് ആണല്ലോ ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം ആളുകൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കുമ്പോഴേ നിങ്ങൾക്കും റീച്ച് ഉള്ളൂ. അപ്പം അത്തരം കാര്യങ്ങളായിരിക്കും നിങ്ങളും പ്രൊമോട്ട് ചെയ്യേണ്ടാവുക അല്ലേ. അപ്പം അത്തരം സാധനങ്ങൾ ഞാൻ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം മേ ബി കുറേ ആയിട്ട്. പക്ഷെ ഞാൻ ഇവിടെ തന്നെ ലൈവായിട്ട്. നിങ്ങൾ 3 പേരും കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ? ഇല്ല, ഞങ്ങൾ തമ്മിലില്ല. അല്ല, ഇതില് ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ആർട്ടിസ്റ്റുകളായിട്ടൊന്നും അധികം നമ്മൾക്ക് 3 ആൾക്കും കോമ്പിനേഷൻ സീൻസ് ഒന്നും വരുന്നില്ല. ഇപ്പൊ ധ്യാൻ ചേട്ടന്റെ വൈഫായിട്ടാണ് ഞാൻ ഈ ഒരു സിനിമയിൽ ക്യാരക്ടർ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് പോലും അധികം കോമ്പിനേഷൻ സീൻസ് ഒന്നുമില്ല. പക്ഷെ ഞങ്ങള് സ്ക്രീനിൽ പ്രസൻസ്, ഞങ്ങളുടെ പ്രസൻസ് എപ്പോഴും ഉണ്ട്. ഇപ്പൊ ധ്യാൻ ചേട്ടനാണെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ ധ്യാൻ ചേട്ടന്റെ പ്രസൻസ് ഉണ്ട്. അതെ, ക്യാരക്ടറിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. പക്ഷെ ഇല്ല, ഞങ്ങൾ കോമ്പിനേഷൻ സീൻസ് ഒന്നുമില്ല. അപ്പോൾ സതീഷാണെങ്കിലും അവളായിട്ടും എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഒന്നുമില്ല. ഒന്നുണ്ടല്ലേ മാരേജ്, അത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഈ കോമ്പിനേഷൻ സീൻ ഇല്ല, പക്ഷെ നിങ്ങൾ സ്ക്രീനിൽ വരുമ്പോൾ ഒരുമിച്ചായിരിക്കും. അപ്പോൾ ആൾക്കാരിങ്ങനെ ചോദിക്കുമ്പോൾ പറയാനായിട്ടൊരു എന്ത് പറയും എന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ? ആ ഒരു തോന്നലുണ്ട്. ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ സിനിമ റിലീസാവും. അപ്പോൾ നമുക്ക് എല്ലാം അവിടെ വെച്ച് കാണാം. അല്ലേ? തീർച്ചയായിട്ടും. ഇതിലേക്ക് ഒരു ക്രൈം ആണെന്ന് മനസ്സിലായി. അപ്പം നമ്മളിപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പല പല ക്രൈംസ് സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഈ സിനിമ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും നമ്മൾ സിനിമ കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കുന്നത്? നമുക്ക് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒരിക്കലും സമൂഹത്തിനൊരു ഒരു മെസ്സേജ് കൊടുക്കുക എന്നോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഉള്ള ഒരു ക്രൈം ഫയൽ നമ്മൾ അത് ഓപ്പൺ ചെയ്ത് അതെങ്ങനെ ക്ലോസ് ചെയ്യുന്നു, അതിൻ്റെ എൻഡിലേക്ക് അതെങ്ങനെ ക്ലോസ് ചെയ്യും, ആ ക്ലോസ് ചെയ്യുന്ന ഏതൊക്കെ രീതിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അത് പല ഓരോ ഇൻവെസ്റ്റിഗേഷനും ഓരോ മോഡായിരിക്കും. ആ ഏത് മോഡിലാണോ അത് പോകുന്നത്, എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്, അത് മാത്രമേ തുടക്കം തൊട്ട് എൻഡ് വരെ ആ ഒരു ക്രൈം എങ്ങനെ നമ്മൾ അത് കണ്ടുപിടിക്കില്ലേ, അല്ലെങ്കിൽ ആരായിരിക്കും. കാരണം ഒരു 10 ആൾക്കാർക്കിലൂടെ നമുക്ക് സംശയം പോവുമായിരിക്കും.
അപ്പോൾ ഈ 10 ആളിൽ ആരാണ് ആ മെയിൻ ആയിട്ടുള്ളത് എന്നറിയാനുള്ള, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, അതായത് സിനിമ തുടങ്ങുമ്പം എന്താണോ പറയുന്നത് അത് എൻഡിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം ജോണേഴ്സിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം ആ ഒരു സംഭവം, അല്ലാതെ നമുക്കൊരു മെസ്സേജ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് നമ്മളിത് ചെയ്യരുത് അല്ലെങ്കിൽ ഇത് ചെയ്യണം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാനോ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. കാരണം എൻ്റെ ഇതിലിപ്പോൾ ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CI പരലോകം, പുള്ളിയാണ് ഇതിൽ മെയിൻ ലീഡ് ചെയ്യുന്നത്, ദേവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദേവിൻ്റെ ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്ത് ദേവിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആളുടെ ഫാമിലി, അപ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ എടുക്കുന്ന ഒരു CI, ആൾക്കുള്ള പ്രഷറും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് ഫാമിലി ലൈഫിനെ എങ്ങനെ, അല്ലെങ്കിൽ അത് സപ്പോർട്ട്, അപ്പോൾ അതിലൊരു മെസ്സേജ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്തരം ഒരു ആളുടെ കൂടെ എങ്ങനെയാണ് ഭാര്യ നിൽക്കേണ്ടത്, ആളുടെ പ്രൊഫഷൻ മനസ്സിലാക്കി, അല്ലെങ്കിൽ കുറ്റം പറയെങ്കിലും അല്ലേ. അപ്പം നമ്മൾ പറയുന്ന ഓരോ ക്യാരക്ടറിനും ആ ഓരോ കുടുംബം എടുത്താലും അല്ലെങ്കിൽ ഓരോരോ ക്യാരക്ടർ എടുത്താലും ആ ക്യാരക്ടർ പറയുന്ന ഓരോ മെസ്സേജുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല ഞങ്ങൾ ഇതാണ് പറയുന്നത്. അത് കാണുന്ന പ്രേക്ഷകർ അത് എങ്ങനെയാണോ വിലയിരുത്തുന്നത്, അതാണ് അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇടയ്ക്ക് ഞാൻ ഒരു സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഒരാളിങ്ങനെ ജോണി ആൻ്റണി സാർ ഇങ്ങനെ സംസാരിച്ച ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും തെറ്റിദ്ധരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു മെൻ്റൽ പ്രഷർ എന്നുള്ളത്. അപ്പം ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ടീമാണ് പോലീസുകാരെന്ന് തോന്നുന്നു പലപ്പോഴും. അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഒരു സാധനം നടന്നിട്ട് അത് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല, എന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട് നിന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. സംഭവിക്കുള്ളൂ. ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. കാരണം പല സാഹചര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും നമ്മളെ ഒരു സ്പോട്ടിൽ കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും ചിലപ്പം ഫ്രണ്ട്സ് ആയിരിക്കും, നമുക്കറിയാം ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് പക്ഷേ പ്രിൻസിപ്പൾ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് സത്യം പറയണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫ്രണ്ടാണ്, അപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ പ്രിൻസിപ്പളോട് പറഞ്ഞില്ലെങ്കിൽ അപ്പോൾ അതൊരു സ്പോട്ടാണ് നമ്മൾ നിൽക്കുന്ന, നമ്മൾ അല്ലെങ്കിൽ നമ്മളെ ചിലപ്പം ആരാ ചെയ്തെന്ന് നമുക്ക് അറിയെങ്കിൽ പക്ഷെ നമ്മളിലേക്കാവും വിരൽ ചൂണ്ടുണ്ടാവുക. അപ്പം നമ്മളല്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പിടിക്കപ്പെടുന്നത് കാണുമ്പോൾ നമ്മളത് ഏറ്റെടുക്കുന്നതുണ്ടാവും. അതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് ഇത്തരം കാര്യങ്ങൾ. അത് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെന്നല്ല, ഇപ്പം നമ്മൾ സിനിമാക്കാരെടുത്തു കഴിഞ്ഞാലും എന്തൊക്കെ രീതിയിൽ, കാരണം ഒരു പേര് എവിടെന്നെങ്കിലും ഏതെങ്കിലും സെറ്റിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ ഏതെങ്കിലും സെറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇമാജിനേഷനാണ്. മൊത്തം ആൾക്കാർ ഇയാളാണോ അയാളാണോ ഇതാണ്, അല്ലെങ്കിൽ അടുത്തും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അല്ല, അത് നമുക്ക് ആർക്കും അറിയില്ല. അത് അവിടെ പറഞ്ഞ ആൾക്കോ അല്ലെങ്കിൽ ആ പോയ ആൾക്കോ എന്തെങ്കിലും അറിയാമെന്നല്ലാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായെങ്കിൽ ആ 2 വ്യക്തികൾക്ക് അറിയാമെന്നല്ലാതെ ബാക്കിയുള്ള ആൾക്കാർ എല്ലാ ആൾക്കാർക്കും ജഡ്ജിങ്, ആ ഒരു ജഡ്ജ്മെന്റ് രീതിയിൽ മാത്രമല്ല ആൾക്കാർ ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ? ഇപ്പം സിനിമ ഒരു കളർഫുൾ ഇൻഡസ്ട്രി ആണ്, അതുകൊണ്ട് തന്നെ എന്ത് ഇൻസിഡന്റ് ആയിരുന്നു ആ സിനിമക്കാർ എന്നുള്ളൊരു ഇതുണ്ട്. അത് ആൾക്കാരുടെ അതൊരു തെറ്റിദ്ധാരണയാണ് ശരിക്കും. സിനിമ എല്ലാവരും വിസിബിൾ ആയിട്ടുള്ളതും എല്ലാവരും കാണുകയും ചർച്ച ചെയ്യും. ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അല്ലേ, അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു അതിന്റെ ഭാഗമായിട്ട് നോർമലി വരുന്നൊരു ബാക്കി പ്രൊഫഷനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ പബ്ലിക് ആണ് അല്ലെ, അതായത് ഈസി ടു ആക്സസ് ആണ് പബ്ലിക്കിന്. ബാക്കി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനി പോകുന്നു, രാവിലത്തെ വൈകുന്നേരം വർക്ക് ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു, അവിടെ നമ്മൾ നോർമൽ ആളുകളുമായിട്ട് കണക്റ്റ് ആവുന്നില്ല. അവിടെയും എല്ലാ ഇൻസിഡൻസും നടക്കുന്നുണ്ടാവും. പക്ഷെ എന്താ വെച്ചാൽ നമ്മളുടെ എല്ലാം സംഭവം കണക്റ്റഡ് ടു പബ്ലിക് ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ആളുകളിലേക്ക് എത്തും, ഈസിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് നമ്മളെ പറ്റി എല്ലാ കാര്യങ്ങളും, അവർക്കും കൗതുകം എന്ന് വെച്ചാൽ നമ്മളെ പറ്റി അറിയാനായിരിക്കുമല്ലോ. എന്തായിരിക്കും, എന്താ ചെയ്യുന്നത്, ഇവരിപ്പോൾ എവിടെ പോകുന്നത്, എന്ത് ചെയ്യുന്നുണ്ടോ, ഇപ്പം എന്തായിരിക്കും എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. ആ ക്യൂരിയോസിറ്റിയാണ് ഈവൻ ഇപ്പം നിങ്ങളെ സോഷ്യൽ മീഡിയ ഏത് ഒരു ചാനലിലെടുത്താലും അവരും അതാണല്ലോ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ TRP എന്ന് പറയുന്നത് നമ്മളിൽ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ സംഭവം ഉണ്ടെങ്കിൽ ആ സമയത്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താലാണ്, കാരണം അതാണ് ആൾക്കാർക്ക് വേണ്ടത്. അപ്പം ഇതൊരു കണക്റ്റഡ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇന്റർലിങ്ക് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പം അത്രയേ ഉള്ളൂ. അത് നമുക്ക് കറക്റ്റ് പബ്ലിക്കുമായിട്ട് ആ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ ഔട്ട്പുട്ടാണ്. ഇപ്പോൾ ഈ തഗ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് സിനിമ നല്ലതാണ്, കാരണം ഞങ്ങളുടെ പാർട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ഫൈനൽ പാർട്ടാണ് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കുക, അവരോട് സിനിമനെ പറ്റി കൺവേ ചെയ്യുക എന്നുള്ളത്. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിഞ്ഞു. ജൂൺ 6 എന്ന് പറയുന്ന ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി സിനിമയിൽ ഒന്നും ചെയ്യാനില്ല. നാളെ ആള് വന്നിട്ട് സിനിമ കണ്ടിട്ട് അയ്യോ അത് അങ്ങനെ ചെയ്യാമായിരുന്നു, അപ്പം നമ്മൾ ആലോചിച്ചാൽ ശരിയാണല്ലെന്ന് ആലോചിക്കാന്നല്ലാതെ നമുക്കതൊരു മാറ്റം വരുത്താൻ പറ്റില്ല. കഴിഞ്ഞു പോയില്ലേ. കാരണം ഇനി അടുത്ത സിനിമ ചെയ്യുമ്പോൾ ആ ഭാഗം ശരിയാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൽ അതേപോലത്തെ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിലൊരു മാറ്റം വരുത്താൻ പറ്റുമെന്ന് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ.
അതാണ് ആ സിനിമയുടെ ഒരു വ്യത്യാസം. ചേച്ചി ഇത്രയും കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്, സീരിയല്, സിനിമ, TV ഷോസ്, ആങ്കറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും അന്നുണ്ടായി കഴിഞ്ഞ ഒരു ബൂം സോഷ്യൽ മീഡിയയ്ക്കും അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ഒരു ബൂം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ TV ഷോസ്, സിനിമാസ് ഒക്കെ കാണുമ്പോൾ എന്നാ തോന്നുന്നത്? ഞാനെന്തോ പഴയ മുത്തശ്ശിയായിരിക്കുന്ന ഒരു ഫീൽ. ഈ ക്വസ്റ്റ്യൻ കുറച്ച് പക്ഷെ നൈസായിരുന്നു ആക്ച്വലി. അല്ല, പറഞ്ഞത് ശരിയാ. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 80s 90s ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു മാറ്റം തന്നെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ എങ്ങനെയാണ് വന്നത്, അതായത് ദൂരദർശൻ ഇപ്പം മൊബൈലിലാണ് എല്ലാം OTT ലെവലിലോട്ട് മാറിയ ഒരു സിനിമ കാണാൻ ദൂരദർശൻ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം നമുക്ക് മൊബൈലിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിനിമ കാണാമെന്നുള്ള ലെവലിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് വലിയൊരു മാറ്റമാണ്. സോഷ്യൽ മീഡിയയിൽ വന്ന മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്നിപ്പം നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ പബ്ലിസിറ്റി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഡയറക്റ്റ് ഈസിയാണ് ആളുകളിലേക്ക് എത്തിക്കാൻ. കാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് പറയുന്നു, നിങ്ങൾ നാളെ പോയിട്ട് എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആളുകളെ പെട്ടെന്ന് അവരവരുടെ മൊബൈൽ ഫിംഗർ ടിപ്പിൽ അവർക്ക് ഒരു സിനിമയെ പറ്റി അറിയാൻ പറ്റും. ഒരു പോസ്റ്റർ റിലീസായ അപ്പം എല്ലാവരും അറിയാണ്. ഒറ്റ സമയം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് 10,000 ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണുകയാണ്. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി പോസ്റ്റർ ഒട്ടിച്ച് ആ പോസ്റ്റർ കാണുമ്പോൾ ആ പോസ്റ്റർ കണ്ടിട്ട് വേണം ഒരു സിനിമ. അത് 10 സിനിമ റിലീസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പോസ്റ്റേഴ്സ് വരുമ്പം പലപ്പോഴും അതിനെ മുകളിൽ കൊണ്ടിട്ട് പുതിയ പോസ്റ്റർ ഒട്ടിക്കും. അപ്പോൾ പഴയ പോസ്റ്റർ പോവും. പിന്നെ അപ്പോൾ ചിലപ്പോൾ ആ സ്ഥലത്ത് ആൾക്കാർ അറിയില്ല സിനിമ ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇത് ആക്ച്വലി ഈ ഒരു ബൂം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്, വളരെ നല്ലതാണ്. നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കുന്ന അവസ്ഥയാണെങ്കിൽ, പക്ഷെ അതിന് പല രീതികളിൽ ഉപയോഗിക്കുന്നത് കാരണം നമുക്കും ഈ പറഞ്ഞ പോലെ പലപ്പോഴും നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മളും എപ്പോഴും നിങ്ങൾക്കും അറിയാമല്ലോ, നമ്മൾ അങ്ങോട്ടും കൂടി പറയുമ്പോഴും പറയുന്ന കാര്യമാണ് കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ അമിതമായിട്ട് ആളുകൾ ലൈഫിലേക്ക് കടന്നു വരുന്ന പോലെ തോന്നുന്നു അല്ലേ? അതായത് നമ്മുടെ പ്രൈവസി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ആൾക്കാർ മാറ്റിയിട്ട് അല്ലെങ്കിൽ അതിനകത്തോട്ട് ആളുകൾ കയറുന്ന ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ പുറത്ത് ഫങ്ഷൻസിനൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ്യൂം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാർ പറയും നിങ്ങൾ ഇടുന്ന കോസ്റ്റ്യൂമിൻ്റെ. അപ്പം നമുക്ക് സാരി നമ്മൾ ഇടുമ്പോൾ നമ്മൾ സ്ലീവ്ലെസ് ബ്ലൗസും കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല പെട്ടെന്ന് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മൈക്ക് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ ഒക്കെ അവിടെ നിന്നോ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആക്കും എടുക്കുന്ന ആക്കും അത് കാണാൻ പറ്റും. അപ്പം അത് ചെയ്യാതിരിക്കുക, അത് അവർക്ക് അതൊരു മാന്യതയാണ്. അല്ലെ, അത് കൊടുക്കാതിരിക്കുക. ഇനി എടുത്തു പോയിട്ടുണ്ടെങ്കിലും ആ ഭാഗം കട്ട് ചെയ്തിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ മാന്യതയാണ്. അപ്പോൾ അത് ഓരോ ആൾക്കാരും അത് എങ്ങനെ ഒരു ഇത് യൂസ് ചെയ്യുക എന്നുള്ളത് അവരുടെ കാര്യമാണ്. പക്ഷെ അവർ ചെയ്യില്ല. അത് ഒരുപാട് അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കമന്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ മനഃപൂർവ്വം ചെയ്ത് പറഞ്ഞെടുപ്പിച്ച പോലെയുള്ള ചില സീരിയസ്ലി അത് ഇപ്പോൾ ഒരു ചെറിയൊരു കാര്യം പറയാം. ഒരു സാരി കൊടുത്തിട്ട് ചുമ്മാ, ഞാൻ സാധാരണ പ്ലീറ്റ് എടുത്ത് കുത്താറില്ല, ജസ്റ്റ് അഴിച്ച് മേലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യുക. ചെറുതായിട്ടൊരു സൈഡ് എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അത് കാണാൻ വേണ്ടി എടുത്തിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ വരുന്ന എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയാം. നമുക്ക് കമന്റ്സ് വായിക്കാൻ പോലും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവരെ നമ്മൾക്ക് പേഴ്സണലി ഒരു അറിവും ഉണ്ടാവില്ല ഒരു പെൺകുട്ടിയെ കുറിച്ച് അങ്ങനെ എഴുതുമ്പോൾ. ഇവർക്കൊക്കെ എങ്ങനെ ഇത് പറയാൻ തോന്നുന്നത്, എഴുതാൻ തോന്നുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വളരെ വളരെ മോശമായിട്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ശരിക്കും അവരുടെ ജോലി അതാണ്. അവിടെയൊക്കെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ ഒക്കെ ലോക്ക്ഡ് ആയിരിക്കും. ഒന്നും പറയാൻ പറ്റത്തില്ല. മെസ്സേജ് പോലും അയക്കാൻ പറ്റില്ല, ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾ മാത്രമല്ല, പെൺകുട്ടികൾ വരെ ഇതുപോലെ ചെയ്യും. ശരിക്കും ഒരു കമന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽ തന്നെ നോക്കിയാൽ അവർ ഇതിനേക്കാൾ അപ്പുറത്ത് ഡ്രസ്സിങ്ങിലൊക്കെ തീരെ ശ്രദ്ധിക്കാത്ത ആൾക്കാരായിരിക്കും. ശരിക്കും നമുക്ക് തിരിച്ചു ചോദിക്കാം. പക്ഷെ അതിൽ പുറകെ പോവുകയുണ്ടല്ലോ, നമ്മൾ അവർ തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. പറയുന്നവർ പറയട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്നതന്നെ അത്രേ ഉള്ളൂ. നമുക്കൊക്കെ അങ്ങനെ പറ്റുള്ളൂ. ഞാൻ പിന്നെ ഈ പറഞ്ഞ രീതിയിലേക്ക് അങ്ങനെ എത്തിയിട്ടില്ല. അങ്ങനെ ആയിരിക്കും എനിക്കറിയാം. ഇതിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ക്യാമറയുടെ കാര്യമാണല്ലോ സംസാരിച്ചത്. നമ്മുടെ ഇതിൽ ജഗൻ പാപ്പച്ച് എന്ന് പറഞ്ഞിട്ട് ആളാണ്. ഒരുപാട് വെബ് സീരീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തൊരു സെറ്റാണ്. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്തെങ്കിലും സംഭവങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരാനാണെങ്കിലും ലൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും പുള്ളി നന്നായിട്ട്
സ്വന്തം വീട്ടിലൊരു കുട്ടി എങ്ങനെയായിരിക്കുമോ അപ്പോൾ അതേപോലെ കൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെ ഫ്രെയിംസും പറയാതിരിക്കാൻ വയ്യാട്ടോ ലൈറ്റ് അപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വെച്ചാൽ ചേട്ടൻ സ്പീഡാണ് വർക്ക്. ഒരുപാട് ലൈറ്റ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, നമ്മൾ വളരെ കീ ലൈറ്റ്സ് കുറച്ച് കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. വളരെ ലോ ബഡ്ജറ്റിലൊരു ഫിലിമാണ് തഗ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കുറച്ച് ബഡ്ജറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ജനറേറ്റർ വേണം, അത് വേണം, ഇത് വേണം എന്നെല്ലാം നമുക്ക് വാശി പിടിച്ച് ചിലപ്പോൾ നമുക്ക് നടത്തി പോകാൻ പറ്റില്ല. അപ്പം ആ ചേട്ടനാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൺസ്ട്രെയിൻ മനസ്സിലാക്കി നമ്മൾ ഡയറക്ടർ ബാലുവാണ്, ബാലുവിൻ്റെ ഏതാണോ ബാലുവിന് എന്താണോ വേണ്ടത് അത് ആ ഫ്രെയിംസ് എങ്ങനെയാണോ വേണ്ടത് അത് വളരെ മനോഹരമാക്കി എടുത്തു കൊടുക്കാനും ചേട്ടൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ടീം കിട്ടുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ എല്ലാവരും ഈ ടീമിലെ എല്ലാവരും ഇപ്പോൾ പറയുന്ന പോലെ നമ്മുടെ ക്യാമറ ചേട്ടനാണെങ്കിലും ബാലു ചേട്ടനാണെങ്കിലും എടുത്തു പറയാൻ രാജൻ ചേട്ടൻ, എന്നെ രാജൻ ചേട്ടനാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. ഒരു രക്ഷയില്ല, നമ്മളൊരു ഫാമിലി പോലെ തന്നെ ഈ സിനിമ കുറച്ച് ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ പറഞ്ഞില്ലേ ചെറിയ ബഡ്ജറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ചെറിയ ബഡ്ജറ്റാണെന്ന് ഞങ്ങൾക്ക് അവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടില്ല കേട്ടോ. കാരണം വെച്ചാൽ അത് അവരുടെ കാര്യമാണ്. നമ്മൾക്ക് വേണ്ട കാര്യങ്ങളും താമസിക്കാനാണെങ്കിലും ഫുഡാണെങ്കിലും ഒക്കെ ഒരു രക്ഷയില്ല. ഇപ്പോൾ വരെ ഇവിടെ വരുമ്പോൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫുഡാണെങ്കിലും എന്താ വേണ്ടേ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ടീം നമുക്കെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് വൈകാണ്ടിരിക്കാൻ പേര് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു കൺഫ്യൂഷൻ വരും എന്ത് വിളിക്കണം എന്നുള്ളത്. പേര് ഞാൻ പറഞ്ഞ ഒരു പക്ഷേ തെറ്റായിരിക്കും. കറക്റ്റായിട്ട് പേരെന്ന് പറയാം. ക്ലെയർ 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 ക്ലാരയുടെ ക്ലെയർ അതിനെന്തെങ്കിലും മീനിങ് ഉണ്ടോ? മീനിങ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്, വെളിച്ചം, അതൊക്കെയാ മീനിങ് വരുന്നത്. അതൊരു ഫ്രഞ്ച് നെയിമാണ്. അത് എനിക്ക് ഈസി ആയിട്ട്, കാരണം ഇപ്പം സിനിമയുടെ സെറ്റിൽ പോയാലും നമ്മളടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോഴും ആളുകളുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോഴും പേര് ചോദിക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത്രയും ബുദ്ധിമുട്ടാണ് എന്താണെന്നറിയില്ല. എന്റെ പേര് ശരിക്കും ഇട്ടിരുന്നത് ഏറ്റവും തുടക്കത്തിൽ നമ്മൾ ഈ ഏറ്റവും ആദ്യം പേരിടുമ്പോ ഇടുന്നത് ഭവ്യ എന്നായിരുന്നു. അത് കൊള്ളാം. ഭവ്യ എന്നായിരുന്നു ശരിക്കും പേര്. അങ്ങനെയാണ് എന്റെ കസിൻസ് ഒക്കെ ഇപ്പോഴും ഭവ്യ എന്നാണ് വിളിക്കുക. പക്ഷെ എന്നെ ഒരാൾക്കും അല്ലാത്ത ആൾക്കാർക്കും ഒന്നും ഭവ്യ എന്ന് വിളിക്കാൻ പറ്റാറില്ല. ആ ഭവ്യ എന്നായിരുന്നു പേരെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് പറഞ്ഞു കുട്ടി ഒന്ന് പേര് മാറ്റി, ഭവ്യ കുറെ ഉണ്ട്, ക്ലിയർ ആയതുകൊണ്ട് ആർക്കും ഒന്നും പറയാനില്ല. പക്ഷെ പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പേരൊന്നും മാറ്റാൻ വളരെ ഈസിയാണ്. മലയാളികൾക്ക് ക്ലാര എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല്ലോ. തീർച്ചയായും അതൊരു ഹുക്കാണ് എനിക്ക്. ഞാനപ്പോ ക്ലാരയുടെ കഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാര അറിയാത്ത ആൾക്കാരുണ്ടാവും. കാരണം മാമോദിസ പേര് ക്ലാര എന്നാ. അപ്പൊ ക്ലാര എന്ന് പറയുമ്പോ എല്ലാവർക്കും ക്ലാര അങ്ങനെ ഒരു പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ നല്ല പേരല്ലേ, പേര് നല്ലതാണ്. അപ്പൊ 3 പേരായി ശരിക്കും ഒരാൾക്ക്. ഭവ്യയായി, ക്ലാരയായി, ക്ലെയറായി. ഈ ക്യാരക്ടറിന്റെ പേര് കൂടെ ഒന്ന് പറയാനേ കറക്റ്റ് ആവും. ക്യാരക്ടറിന്റെ പേര് ഒരു സെക്കൻഡ് കേട്ടോ, കീർത്തിയാണ് ക്യാരക്ടറിന്റെ പേര്. കീർത്തി ശരിക്കും ബാലുചേട്ടൻ, അതായത് നമ്മുടെ ഡയറക്ടറും ഇതിനകത്ത് മെയിൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ബാലുചേട്ടന്റെ ഭാര്യ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പം കീർത്തി ഒരു ഇത്തിരി നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ഇച്ചിരി ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് ബേസിക്കലി. വില്ലത്തിയാണ്. വില്ലത്തി എന്നും പറയാൻ പറ്റില്ല, പക്ഷെ തോന്നും അത്, പക്ഷെ അല്ല അതെ, എല്ലാം ഒരു മാനിപ്പുലേഷൻ അല്ലേ. അപ്പോ അത് സിനിമയുടെ ഒരു ഭാഗത്ത് ഒരു ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ഒരുപാടില്ല, പക്ഷെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറുമാണ്. അങ്ങനെ മുമ്പൊക്കെ ആണെങ്കിലും കുറേ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നും കുറേ നെഗറ്റീവ് കമൻറ്റ്സ് എഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം സാരി ഉടുത്താലും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരം കമൻറ്റ്സുകൾ വായിക്കാറുണ്ടോ? അതെങ്ങനെ ചേച്ചി എടുക്കാറ്? കമൻറ്റ്സ് വായിക്കാറുണ്ട്. ബിക്കോസ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കമൻറ്റ്സിനും ലൈക്ക് ചെയ്യുന്ന എൻ്റെ ഇൻസ്റ്റയിൽ. പിന്നെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം കുറേ റെസ്ട്രിക്റ്റഡ് ആണ്. എൻ്റെ ഇൻസ്റ്റാ പേജ് ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം വൈറ്റായിട്ട് ഞാൻ കമൻറ്റ്സും കാര്യങ്ങളും ഇല്ല. എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ കാരണം എന്നാൽ പിന്നെ അവർ അതിനായിട്ടെങ്കിൽ ഫോളോ ചെയ്തോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് കമൻറ്റ്സ് ഇതാക്കിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഓക്കെ അല്ലാത്ത സംഭവം ഞാൻ റിമൂവ് ചെയ്യും. കാരണം എനിക്ക് ഫോളോവേഴ്സിനെ ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ലാത്ത വ്യക്തി ആയതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റാത്ത ആൾക്കാരാണ് എൻ്റെ ഇതിലെന്ന് വെച്ചാൽ എനിക്ക് നെഗറ്റിവിറ്റി എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലല്ല ഞാനുള്ളത്. ബിക്കോസ് ഈ ഒരു ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഞാൻ പേജ് ഒരു
വുമണിനെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം അവർക്കൊരു ഏജ് കാറ്റഗറി ഉണ്ടല്ലേ. നമ്മൾ ഒരു ലെവലിൽ കഴിയുന്ന സമയത്ത് നമുക്ക് ശാന്തതയായിരിക്കും നമുക്കൊക്കെ വേണ്ടത്, സന്തോഷം ശാന്തതയും. അപ്പം ഞാൻ ആ ഒരു പാത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു നെഗറ്റീവും പുറത്തുനിന്ന് അനാവശ്യമാണ്. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ എപ്പോഴും കംപ്ലീറ്റ് പോസിറ്റീവ് ഒന്നും ആയിരിക്കില്ല. അപ്പം നമ്മുടെ ലൈഫിലൊക്കെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് മാത്രം എനിക്ക് എടുത്താൽ മതി, പുറത്തുനിന്നുള്ള ആരുടെ സംഭാവന ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് മാക്സിമം അത് ഞാൻ അവോയ്ഡ് ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറേ ആളുകൾ തന്നെ നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. കാരണം അവർക്ക് നമ്മുടെ മലയാളീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ചുമ്മാ ടാർഗറ്റ് ചെയ്യാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവരെന്നെ ആലോചിച്ച് തുടങ്ങും ശരിക്കും ഇവരത് ടാർഗറ്റ് ആവേണ്ട ആളാണോ അല്ലെ എന്ന് ആലോചിച്ച് തുടങ്ങും. അപ്പം അവരെന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴത്ത് പോസിറ്റീവായിട്ട് കമൻ്റ് ആയിട്ട് ആൾക്കാർ വരും. നിങ്ങൾക്ക് എന്താ പ്രശ്നം, നിങ്ങൾ ആരും അല്ലല്ലോ, അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. സത്യമല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതന്നെ അവരെന്നെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അതിന് റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ആ ഒരു ലെവലിലോട്ട് മാറുന്നത് ആൾക്കാരും മാറി തുടങ്ങുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിട്ട ഒരു വ്യക്തിയാണ് ചേച്ചി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ ചിന്തിച്ചു എങ്ങനെ ഇത് സഹിക്കുന്നു. ചില ആൾക്കാരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്കൊക്കെ പോകാം. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെ നെവർ മൈൻഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. നെവർ മൈൻഡ് അല്ല, നമുക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പുറത്തോട്ട് കാണിക്കാൻ അല്ലെങ്കിൽ പറ്റുന്ന ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും റിയാക്ട് ചെയ്ത്, കാരണം ഞാൻ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടും എനിക്ക് തന്നെയാണ് പ്രശ്നം വരിക. അതെ, കാരണം ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് സിനിമയിൽ വരെ പ്രശ്നം ഉണ്ടായിരുന്നു. ബിക്കോസ് നോർമലി എന്നെ അറിയാത്ത ആൾക്കാർക്ക് എന്നെ ഓൺലൈൻ ത്രൂ ആണ് പല ആൾക്കാരും കാണുന്നുണ്ടാവുക, ഡയറക്റ്റായിട്ട് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അറിയാത്ത ആൾക്കാർ കാണുന്ന സമയത്ത് ഞാനൊരു മനുഷ്യൻ്റെ പൊട്ടിത്തെറിച്ച് എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്ന, അയ്യോ ആ കുട്ടി സെറ്റിൽ വന്നാൽ പിന്നെ സെറ്റിലും പ്രശ്നമാവില്ലേ, ആ തോട്ട് ഡെഫിനറ്റ്ലി കുറേ ആൾക്കാർ എന്നോട് WCCയിലാണോ എന്ന് ചോദിച്ചത് എന്നെ ആക്കിയ ആൾക്കാരുണ്ട്. ഞാൻ മെമ്പർഷിപ്പ് പോലും എനിക്കില്ല. അല്ല, ഞാൻ പറയുന്നത് ഒരു സമയത്ത് അതൊരു WCC എന്ന് പറയുന്നത് വേറെ രീതിയിൽ ആൾക്കാർ അങ്ങനെ കണ്ട ആൾക്കാരുണ്ട്. റിയാക്ട് ചെയ്യുന്നവരെല്ലാം അങ്ങനെയാണെന്നുള്ളത് ആ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. റിയാക്ട് ചെയ്യുന്നവരൊക്കെ അതിൽ അംഗമുള്ള ആൾക്കാരാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ആൾക്കാരുടെ തോട്ടാണത്. അപ്പം അങ്ങനെ സംസാരിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിലുള്ളതുകൊണ്ട് വിളിക്കണ്ട, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത്തരം സംഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന നെഗറ്റീവ്സാണ്. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ എന്തിനാ വെറുതെ ഞാനായിട്ട് എൻ്റെ കുഴി തോണ്ടേണ്ട ആവശ്യമില്ലല്ലോ. സോ മിണ്ടാതിരിക്കുക എന്നല്ല, ഇപ്പോൾ നേരത്തെ മോള് പറഞ്ഞതുപോലെ നമുക്ക് മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് റിയാക്ട് ചെയ്തൊരു കാര്യമില്ല. കാരണം പറയേണ്ട ആൾക്കാർ ഏതോ ഒരു തലയും വാലും ഇല്ലാത്ത ഏതോ ആൾ എവിടെയോ ഇരുന്നിരുന്ന പോസ്റ്റ്, അതിന് നമ്മൾ ഇത്രയും ചിന്തിച്ച് നമ്മൾ അതിന് റിയാക്ട് ചെയ്ത് നമ്മുടെ പ്രഷർ മാറ്റി നമുക്ക് തലവേദന എടുത്ത് നമ്മളുടെ ഒരു ദിവസം പോയി നമ്മൾ കാരണം നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ സൗകര്യം പോയി ഇത്രയൊക്കെ എന്തിനാ നമ്മൾ ഇതാക്കേണ്ട ആവശ്യം? അയാള് എവിടുന്നോ ഒരു സ്ഥലത്ത് നിന്ന് അയാൾക്ക് വെറുതെ ഒരു സംഭവമേ ഉള്ളൂ, ജസ്റ്റ് ഒരു കമന്റ് ഇട്ട് പോവാന്നുള്ളത്. അയാൾ എന്നിട്ട് അയാളുടെ പണിക്ക് പോകും. അയാൾക്ക് പണിയില്ലാത്തോണ്ടാണോ ദിവസമേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ. ഒരാഴ്ച കൂടിപ്പോ ഒരാഴ്ച 2 ആഴ്ച, അത് കഴിഞ്ഞ് അടുത്ത ആളെ കിട്ടുമ്പോൾ അവർ അവിടേക്ക് പോകുമല്ലോ. ഈ 1000 കുടത്തിന്റെ വായ മൂടിക്കട്ടെ, ഒരു മനുഷ്യന്റെ വായ മൂടിക്കട്ടെ മടുക്കില്ല. അതുകൊണ്ട് നമ്മൾ അതൊക്കെ നെവർ മൈൻഡ് ആക്കി ഈ ചെവിയുടെ കേട്ടി കളയാം അങ്ങോട്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പൊ ചേച്ചിയാണെങ്കിലും കമന്റ്സ് ഒന്നും വായിക്കാതിരിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ വേറെ ആൾക്കാർ കണ്ടിട്ട് നോക്കിക്കേടി, നീ കണ്ടില്ലേ, നിന്നെ കുറിച്ചാണ് ഇത് എഴുതിയിരിക്കുന്ന, കണ്ടില്ലേ കമന്റ്, നീ വായിച്ചില്ലേ, റിമൂവ് ചെയ്യാൻ പറ, അല്ലെങ്കിൽ നീ അതിന് റിപ്ലൈ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതൊക്കെ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള മൈൻഡിൽ ഇരുന്നാൽ മതി, അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇപ്പൊ കണ്ടില്ലേ സിമ്പിൾ ആയിട്ടിരിക്കണല്ലേ. അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ വിചാരിച്ചത് എന്താണ്, എങ്ങനെ സഹിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പം ഇന്റർവ്യൂവിന്റെ താഴെ ഒരു നെഗറ്റീവ് കമന്റ് വന്ന് ഞാൻ ഇവരുടെ അടുത്ത് കുറേ അത് നെഗറ്റീവ് വന്നടാ, എന്ത് ചെയ്യേണ്ടത് ആലോചിച്ചോണ്ട് നടക്കും. അങ്ങനെ ഒരാളാണ് ഞാനൊക്കെ. പണ്ട് ഒരു ഹൈക്കു ഉണ്ട്, സൈലന്റ് പോണ്ട്, a frog jumps into the pond, silence അല്ല സ്പ്ലാഷ്, പിന്നെ സൈലൻസ് അഗെയിൻ. ശരിക്കും അങ്ങനെ ഒരു സ്പേസിലല്ലേ നമ്മൾ നിൽക്കണേ. ഓരോ കാര്യം വരും, എല്ലാരും ഏറി കയറുന്നു, പിന്നെ ഇറങ്ങുന്നു, പിന്നെ വീണ്ടും കയറുന്നു. ഇറ്റ്സ് ഓൾ അബൌട്ട് സെല്ലിങ് ഐ ഗെസ്. നെഗറ്റീവ് എനി പബ്ലിസിറ്റി
പബ്ലിസിറ്റി കരുതുന്ന ആൾക്കാരുണ്ട്. നെഗറ്റീവ് കിട്ടിയാലേ ഞാൻ ഫെമിലിയർ ആവുള്ളൂ അത് ഭയങ്കരമായിട്ട് ഇപ്പോ വരുന്ന ഒരു സംഭവം. അതായത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അത്തരത്തിൽ വൈറലായി നിൽക്കുന്ന ഒരുപാട് പേര് കൺസ്യൂം ചെയ്യണം. എല്ലാവരും ഇത്രയും അധികം ആളുകളുണ്ട്, ഇത്രയും അധികം പ്രോഡക്ട്സ് ഉണ്ട്, ഇത്രയും അധികം സെല് ചെയ്യുന്ന എല്ലാവരും സെല് ചെയ്തോണ്ടിരിക്കുക. നമ്മൾ സെല് ചെയ്യുന്നുണ്ട്, ഒബിയസ്ലി ഈ പറയുന്ന ആക്ടേഴ്സ് ആണെങ്കിലും സെല് ചെയ്യുന്നുണ്ട്, ഡയറക്ടേഴ്സ് സെല് ചെയ്യുന്നുണ്ട്, സിനിമ സെല് ചെയ്യുന്നുണ്ട്, ഇനി ഇതൊന്നും അല്ലാത്ത പ്രോഡക്ട്സ് സെല് ചെയ്യുന്നുണ്ട്. മനുഷ്യര് എല്ലാവരും നോക്കുന്നത് എവ്രിബഡി ഇസ് ലൈക്ക് ഒരു കൊമേഴ്ഷ്യൽ സ്പേസിലാണ് നിൽക്കണേ. അപ്പോൾ ഇതിന് മാത്രമാണ് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഓരോ സമയത്ത് ഓരോന്ന് വന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു ഓവറോൾ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഐഡിയ. കുറെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറെയൊന്നും വലിയ കാര്യമില്ലാത്ത. ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇങ്ങനെയൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യണമല്ലോ നമ്മള്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇതുപോലെ. ഞാനും അങ്ങനെ ഒരു ഇതിൽ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ, അതിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണമല്ലോ നമ്മൾ. ലൈഫിൽ ഈ ലൈഫ് വേണ്ടാന്ന് ചിന്തിച്ച മൊമെന്റ്സ് ഉണ്ടായിട്ടില്ലേ? ഏത് നമ്മുടെ ഈ മീൻസ് എന്താണെങ്കിലും, കരിയർ ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും, ഇതെനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് വേണ്ട എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട് എപ്പോഴും? ശരിക്കും എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ഇപ്പോൾ അഭിനയം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ 7 ഇയേഴ്സിൻ്റെ അടുത്തായി ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് വെച്ച് ഞാൻ കുറച്ച് വർക്ക് നമുക്കൊന്നും കിട്ടാതെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വയ്യ, എനിക്കിനി ഓടാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ നിർത്തുക, ഞാൻ പറയും. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത്, എൻ്റെ ഹസ്ബൻഡൊക്കെ എൻ്റെ അടുത്ത് പറയും, എന്തിനാ നീ നിർത്തുന്നത്, എന്തിനാ നിന്റെ പാഷനാണിത്, മുന്നോട്ടേക്ക് പോവല്ലേ വേണ്ടത്, എപ്പോഴാണേലും കിട്ടിയാൽ മതില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഓരോ ഇയർ പോകുമ്പോഴും നമുക്ക് ഏജ് കൂടി വരാതെ, അപ്പൊ ഈ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഏജ് കൂടിയാൽ എന്താ പ്രശ്നം, അതിന്റെ അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യണം, നീ എന്തിനാ വിഷമിക്കുന്നത്. അപ്പൊ എന്റെ ഫാമിലി എനിക്ക് അത് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് അതിൽ ആ ഒരു മൈൻഡിലേക്ക് എനിക്ക് പോകാൻ പറ്റാത്തത്. അതെ അതെ, ആരെങ്കിലും ഉണ്ടാവുമല്ലോ ലൈഫ്. എന്റെ ഫാമിലി മാത്രം മതി ശരിക്കും പറഞ്ഞാൽ. അതായത് നീ ബാക്കോട്ട് പോവരുത്, ഫ്രണ്ടിലൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്താണെങ്കിൽ പോലും നിന്നെ കൊണ്ട് പറ്റത്തില്ലടി, നീ ഇത് നിർത്തിയിട്ട് പോ എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നീ മുന്നോട്ടേക്ക് പോ, നീ എവിടെയെങ്കിലൊക്കെ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മുന്നോട്ടേക്ക് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എപ്പോൾ വേണമെങ്കിലേ, ചിലപ്പോൾ നിർത്താം, ചിലപ്പോൾ നിർത്താതിരിക്കാം, പക്ഷെ മുമ്പോട്ടേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പം ഈ കറണ്ട് സിറ്റുവേഷനിൽ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് സുധിച്ചേട്ടനെ അറിയാലോ. സുധിച്ചേട്ടൻ്റെ വൈഫായി റിലേറ്റ് ചെയ്തിട്ടാണ്. എനിക്ക് ചേച്ചിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കാമെന്ന് കരുതിയത്. സ്റ്റാർ മാജിക്കിലൊക്കെ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നില്ലേ? അപ്പം ആള് സെൽഫായിട്ട് കയറി വരാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ പുറമെ സംസാരം ഭയങ്കരമായിട്ട് പല രീതിയിൽ അതിനെ വളച്ചൊടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇത് ചേച്ചി കാണാറുണ്ടോ രേണു സുധിയുമായി ബന്ധപ്പെട്ട കാര്യം? നമുക്ക് ആൾക്കാരുടെ വാ അടയ്ക്കാൻ പറ്റില്ല ഒരു തരത്തിലും നമുക്ക് ആരെയും. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരാൾക്കും ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക, എന്നെയും ആരും ഉപദ്രവിക്കാതിരിക്കുക. ഇതാണ് ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്കങ്ങനെ നേരെ പോവാം. ആൾക്ക് ജീവിക്കാൻ ആളെന്നെ വേണ്ടേ കാശുണ്ടാക്കാനായിട്ട്? നിങ്ങൾ ആരും പറയുന്ന മെസ്സേജ് ഇട്ട് കമൻറ്റ് ഇട്ട് പോകുന്ന ഒരാളും പോയിട്ട് അവരുടെ ലൈഫ് നോക്കാനോ അവർക്ക് എന്തെങ്കിലും കൊടുക്കാനോ ഒന്നിനും പോകുന്നില്ല, ആരും മെനക്കെടാൻ പോകുന്നില്ല. അപ്പം അവരെങ്ങനെയാന്ന് വെച്ചാൽ ജീവിച്ചോട്ട്. കാണേണ്ടവർ കണ്ടാൽ മതി, കാണാത്തവർ കാണണ്ട. അവരുടെ ഇഷ്ടമാണ്, അവരുടെ ഇഷ്ടമല്ലേ. അപ്പം അത് അവർക്ക് എന്താണോ തോന്നുന്നത്, അവർക്ക് എന്താണോ ഇഷ്ടം, അത് അവർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത, കുറേ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്, കുറച്ച് ബോൾഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയും. അപ്പോൾ 3 ആളെ ഞാൻ വിളിച്ചിരുത്തുമ്പോഴും ഇതിന് പിന്നിൽ കൂടെ തന്നെ നിങ്ങളുടെ കൂടുതൽ കുറേ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അപ്പം അവരെക്കുറിച്ചൊന്ന് പറയാം. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ ബിന്ദു ചേച്ചിയുണ്ട്, അതുപോലെ തന്നെ വിനയ ചേച്ചിയുണ്ട്. പിന്നെ ഈ ഇവരുടെ ഒരു കാറ്റഗറി, ഏജ് ഓഫ് കാറ്റഗറിക്ക് വരുവാണെങ്കിൽ എനിക്കത് ശിശിര ഉണ്ട്. ഇപ്പം ഇവർ രണ്ടുപേരും അല്ലാതെ പറയുകയാണെങ്കിൽ ശിശിര, ഏഞ്ചൽ തോമസ്, ഏഞ്ചലിനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ ശ്രുതി, അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്നു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും, അതായത് നേരത്തെ സന്ധ്യ പറഞ്ഞതുപോലെ വന്നു പോകുന്ന ഓരോ ക്യാരക്ടേഴ്സിനും സ്ക്രീൻ സ്പേസ് കുറവാണ്, കോമ്പിനേഷൻസ് കുറവാണ്. പക്ഷെ അവർക്ക് സിനിമ എടുത്തു കഴിഞ്ഞാൽ, തഗ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പ്രൊമിനൻസ് ഉണ്ട്.
അവർക്ക് ചെയ്യാനുണ്ട്, പെർഫോം ചെയ്യാനുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു ഇന്ന് സിനിമയിൽ നമുക്ക് പൊതുവെ നമ്മൾ എപ്പോഴും എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് സ്പേസ് ഇല്ല എന്ന്. പിന്നെ സ്ത്രീകളുടെ സാന്നിധ്യം കുറവാണെന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് കുറേ ഒരുപാട് സ്ത്രീകൾ അത് നമുക്ക് പല സിനിമയിലും, നമുക്ക് എല്ലാ സിനിമയിലും ചുമ്മാ സ്ത്രീകളെ കുത്തിക്കയറ്റാൻ പറ്റില്ല. എല്ലാ ക്യാരക്ടറിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഈ കഥ, ഈ സിനിമ കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. എല്ലാം കണക്റ്റഡ് ആണ്, എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആണ് ഈ സിനിമയിൽ. ടോട്ടൽ ഒരു ലിങ്ക് എല്ലാ ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മൾ ഓരോ എനിക്ക് സ്പേസും. തോന്നുന്നു ഈ സിനിമയുടെ എക്സിക്യൂഷനും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു എക്സിക്യൂഷൻ ആയിരുന്നു. ബാലു തന്നെയാണ് ഇതിന്റെ ഡയറക്ഷനും സ്ക്രിപ്റ്റും എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വളരെ ഡയറക്ഷൻ അപ്പൊ അതുകൊണ്ട് തന്നെ ആ എല്ലാം ഒരാൾ ചെയ്യും. അതായത് എസ്പെഷ്യലി ഡയറക്ഷനും സ്ക്രിപ്റ്റും ഒരാൾ വരുമ്പോൾ ആൾക്ക് കറക്റ്റായിട്ട് ആ സിനിമ എന്താണെന്ന്, ആളിന് കറക്റ്റായിട്ട് ഐഡിയ ഉണ്ടായിരുന്നു എന്താ സിനിമ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ പാക്ഡ് ആയിട്ട് തീർക്കാനും ആൾക്ക് ഈസിയായി. ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ അനാവശ്യ ചെലവുകളില്ല, ആവശ്യത്തിന് ഉള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമയായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും മോശം പറയാനുള്ള ഒന്നും ഉണ്ടാവില്ല. ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജോണറാണ് തഗ് എന്ന് പറയുന്നത്. തഗ് ലൈഫായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളുടെ ഒരു കുട്ടി തഗ്ഗാണ്. അപ്പൊ ധ്യാനടക്കമുള്ള CR 143/24. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് ജൂൺ 6-ാം തീയതി കാണാൻ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബാക്കി ആളുകളിലേക്ക് എത്തിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാ എന്താണ് എന്നുള്ളത് അത് നമ്മളോട് പറയാ. ബാക്കി ആൾക്കാരും അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അല്ലേ. പക്ഷെ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി പറയണം. കാരണം ചെറിയ സിനിമയാണ്, നമുക്ക് വേറെ സപ്പോർട്ടൊന്നും കിട്ടാനില്ല. നിങ്ങളേ ഉള്ളൂ. താങ്ക് യു.